നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ MLA യുടെ പേരിൽ ഉയർന്നു വരുന്ന വിഷയങ്ങൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ ശക്തമായി തന്നെ ബാധിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിൽ അതേ ദിവസം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മാന്യത കാണിച്ചു. മാന്യത കാണിച്ചപ്പോഴും സ്വന്തം ധാർഷ്ട്യം കൈവിടാതെയുള്ള മറുപടിയായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ നിന്ന് പറയാണ് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഹു കെയേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ടല്ലോ, അത് അവിടെയും വർക്ക് ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ മറുപടി, എൻ്റെ സഹപ്രവർത്തകർക്ക് ന്യായീകരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാതെ ഞാൻ ഒഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ ഒരു വാചകം എന്ന് പറഞ്ഞത്. അതായത് ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി സ്വന്തം പാർട്ടി പ്രവർത്തകർക്ക് അശ്രാന്ത പരിശ്രമം നടത്തേണ്ടി വരും എന്നുള്ള ആ ഒരു പേരുദോഷം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് താൻ രാജിവെച്ച് പുറത്തു പോകുന്നു എന്നുള്ളതാണ്. അല്ല, തനിക്ക് മേൽ രാജ്യസമ്മർദ്ദമില്ല, തനിക്ക് മേലെ താനൊരു കുറ്റക്കാരനല്ല, താനൊരു തെറ്റുകാരനല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് പോകുന്നു. അപ്പോഴും നമ്മുടെ മുന്നിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുമോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. അതേസമയം പാർട്ടിയുടെ നിലവിലുള്ള അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർട്ടി തൽക്കാലം രാഹുൽ മാങ്കൂട്ടത്തിനോട് രാജി ആവശ്യപ്പെടില്ല. അങ്ങനെ ഒരു സമ്മർദ്ദം രാഹുൽ മാങ്കൂട്ടത്തിന് മേലെ MLA സ്ഥാനം രാജിവെക്കുന്നതിന് വേണ്ടി ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ പാർട്ടി നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടും എന്നുള്ളതാണ് നമുക്ക് സാധിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാർട്ടിയുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ വിജയപരാജയങ്ങൾ തികച്ച് പ്രാദേശികമായി എണ്ണുന്ന പ്രാദേശിക നേതാക്കന്മാരിൽ മാത്രം അടിയുറച്ചു നിൽക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതിനെ വല്ലാതെ കണ്ടങ്ങോട്ട് ബാധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നിരിക്കലും നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ UDF എന്ന് പറയുന്ന മുന്നണി വളരെ കാര്യമായ രീതിയിൽ അടുത്ത ഭരണം പിടിച്ചെടുക്കണം എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. അതിൽ പ്രമുഖ കക്ഷിയായ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രിവിലേജിന്റെ പ്രശ്നം കൂടിയാണ്. അത് അവരുടെ ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയും ഒരു വട്ടം കൂടി പ്രതിപക്ഷത്തേക്ക് ഇരിക്കേണ്ടി വന്നാൽ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് നിരവധിയായ കൊഴിഞ്ഞുപോക്കുകൾ ഉണ്ടാകുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതോടൊപ്പം UDF എന്ന് പറയുന്ന മുന്നണിയുടെ പല ബന്ധങ്ങളും, അതായത് ഘടകകക്ഷികൾ അടക്കമുള്ളവർക്ക് വീണ്ടും ഇനിയും കോൺഗ്രസിൽ തന്നെ വീണ്ടും ഒരു 5 വർഷക്കാലം തുടരണമോ എന്നുള്ള ഒരു സംശയവും അവരുടെ ഉള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പ്രശ്നം കൂടി ഉയർന്നു വരുമ്പോൾ അത്തരത്തിലുള്ള പ്രതിസന്ധി, ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി തന്നെ പറയുന്നത് അത് അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമാണ് എന്നുള്ളത് മാത്രമാണ്. അവരതിനകത്ത് ശക്തമായ നടപടി എടുക്കും, ആ നടപടിക്കൊപ്പം തങ്ങൾ നിൽക്കും എന്നുള്ളതാണ് UDFന്റെ പ്രമുഖ ഘടകകക്ഷികളിൽ ഒരാളായ മുസ്ലിം ലീഗ് പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോലും പറഞ്ഞ അങ്ങനെയാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, തൽക്കാലം ഇതിനെ സപ്പോർട്ട് ചെയ്യാനും ഇല്ല, അതായത് പിന്തുണയ്ക്കാനും വിയോജിക്കാനും തങ്ങളില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതേസമയം അവിടെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തെറ്റുകൾ സംഭവിക്കും എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടോ ഒന്നും അല്ല കുഞ്ഞാലിക്കുട്ടി പോലും ശ്രമിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ MLA സ്ഥാനം രാജിവെക്കാൻ ഇപ്പോൾ ദീപാദാസ് മുൻഷിയുടെ അഭിപ്രായം അനുസരിച്ച് രാജിവെക്കേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നൊരു ധാരണയാണ് അവർ ആദ്യം തന്നെ കൈക്കൊണ്ടത്. കാരണം അതിന് ഉദാഹരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്, MLA സ്ഥാനത്തിരിക്കുന്ന മുകേഷ് എന്ന് പറയുന്ന കൊല്ലത്തിൻ്റെ ജനപ്രതിനിധി രാജിവെച്ചില്ലല്ലോ, അദ്ദേഹത്തിനെതിരെ പീഡന ആരോപണം പോലും കുറ്റപത്രം പോലും ഇട്ട സാഹചര്യത്തിൽ പോലും അങ്ങനെ ഒരു നടപടിക്രമം ഉണ്ടായില്ലല്ലോ എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം ഇടതുപക്ഷത്തിന് അങ്ങനെ ആകാം എങ്കിൽ ഞങ്ങൾക്കും അങ്ങനെ ആകാം എന്ന് പറയുന്ന ഒരു ന്യായമാണ് സത്യത്തിൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന സാഹചര്യത്തിലോ ഉത്തരവാദിത്തപ്പെട്ട അല്ലെ ജനങ്ങളെ സേവിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പൊസിഷനിൽ ഇരിക്കുന്ന സമയത്തോ ആയിരുന്നില്ല മുകേഷിനെതിരായി ഉയർന്നു വന്ന ഇത്തരത്തിലുള്ള ആരോപണം, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലായിരുന്നില്ല മുകേഷ് ഇങ്ങനെ ഒരു ആരോപണ വിധേയനാകുന്ന സംഭവം നടന്നത് എന്ന് നമുക്കറിയാം. കാര്യം മുകേഷ് എന്ന് പറയുന്ന ഒരാൾ ചലച്ചിത്ര നടനായി ഏറെക്കാലം ഇരിക്കുന്ന സാഹചര്യത്തിലുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ് മീ-ടു ആരോപണം എന്നുള്ള നിലയിൽ ഒരു നടി ഉയർത്തിക്കൊണ്ട് വന്നത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകയായ ഒരാളാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉയർത്തിക്കൊണ്ട് വന്നത്, അതായത് സിനിമാ മേഖലയിൽ നിന്ന് മാത്രം, അല്ലാതെ രാഷ്ട്രീയത്തിൽ നിന്നോ അല്ലെങ്കിൽ ജനങ്ങളെ അല്ലെങ്കിൽ MLA ആയതിനു ശേഷമോ മുകേഷിനെതിരായി അത്തരത്തിലുള്ള യാതൊരു പരാതികളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുകേഷ് MLA ആയിരിക്കുന്ന സമയത്ത് സ്വന്തം പാർട്ടി പ്രവർത്തകരിൽ നിന്നോ അല്ലാന്നുണ്ടെങ്കിൽ അതേ മാധ്യമ പ്രവർത്തകരിൽ നിന്നോ തൻ്റെ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട്
അങ്ങനെ തന്നെ പറയേണ്ടി വരും. തൻ്റെ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ താൻ ഇരിക്കുന്ന പാർട്ടിയുടെ എല്ലാ നല്ല വശങ്ങളെയും അല്ലെങ്കിൽ ആ പാർട്ടി കൊടുക്കുന്ന എല്ലാ കംഫർട്ടിനെയും ഒരു ദുരുപയോഗം ചെയ്തുകൊണ്ട് തൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിന്നുകൊണ്ടായിരുന്നില്ല MLA ആയി അല്ലെങ്കിൽ മുകേഷ് എന്ന് പറയുന്ന ഒരാൾ അങ്ങനെ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോയത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഈ മുകേഷ് അല്ലെങ്കിൽ മുകേഷ് എന്ന് പറയുന്ന MLA തമ്മിൽ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം അതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഔദ്യോഗിക ഭാരവാഹിത്വം ഏറ്റെടുക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നത് എന്ന് നമുക്ക് അറിയാം. അതായത് ഒരു പൊതുപ്രവർത്തകൻ, ജനസേവകൻ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിക്കേണ്ടി വരും എന്നുറപ്പുള്ള ഒരു വ്യക്തി ഇങ്ങനെ ഒരു നടപടിക്രമങ്ങളിലേക്ക് പോകുമ്പോൾ മാധ്യമപ്രവർത്തകരുണ്ട്, സ്വന്തം പാർട്ടിയിൽ തന്നെയുള്ള ആളുകളുണ്ട്, അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകരുടെ അല്ലെങ്കിൽ മുൻ MPയുടെ മകളുണ്ട്, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിൽ നിരവധിയായ ആളുകളുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു യുവതിയോട് ഗർഭം അലസിപ്പിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും അതിന് മരുന്ന് വാങ്ങി നൽകുകയും നിർബന്ധിക്കുകയും ചെയ്തു എന്നതടക്കമുള്ള പരാതികളാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാളുടെ പക്കലുള്ളത്. മുകേഷിനെതിരായി ഒരു നടി മാത്രമാണ് പരാതിപ്പെട്ടിട്ടുള്ളതെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധിയായ പാർട്ടി പ്രവർത്തകയും വിശ്വാസികളും മാധ്യമപ്രവർത്തകരും അടക്കമുള്ള നിരവധി പേരാണ്, പല പാർട്ടി പ്രവർത്തകരുടെ മക്കൾ ഉൾപ്പെടെയുള്ളവരാണ് പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിൽ ഒരു ട്രാൻസ്ജെൻഡറും ഉൾപ്പെടും, അവന്തിക എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡറും ഉൾപ്പെടും എന്നുള്ളതാണ് ഇതിനകത്തിൽ ഈ മുകേഷിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു സംഭവം. നിരവധിയായ ചാറ്റുകളും അതോടൊപ്പം തന്നെ അതിൻ്റെ ഡീറ്റെയിലും ഒക്കെ അവരത് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും. പിന്നെ എങ്ങനെയാണ് MLA ആയ മുകേഷിൻ്റെ അല്ലെങ്കിൽ ഒരു സിനിമാ നടനായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ശ്രമങ്ങളും അപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മീറ്റു ആരോപണം അല്ലെങ്കിൽ WCC പോലുള്ള സംഘടന നിലയിൽ വന്നതിന് ശേഷം ഇങ്ങനെ ഒരു പരാതി ഉയർന്നു വന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. ഇവിടെ അങ്ങനെയൊന്നുമില്ല. അപ്പം AICC എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക ഏറ്റവും ഹൈക്കമാൻഡ് നമ്മൾ പറയുന്ന അതിലേക്ക് പോലും 9-ലധികം പരാതികളാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കിട്ടിയിരിക്കുന്നത്. ഇത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതായത് ഇപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പാർട്ടിയുടെ മുൻ MP ആയിരുന്ന ഒരാളുടെ മകൾ പോലും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡനത്തിന് അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹവുമായിട്ടുള്ള ഒരു ബന്ധത്തിന് ഇരയായിട്ടുണ്ട്. അത് വിവാഹം കഴിച്ചുകൊള്ളാം എന്ന് പറയുന്നു. വിവാഹം കഴിച്ചുകൊണ്ട് അവർ തമ്മിലുള്ള ഒരു ബന്ധം അവർ സ്ഥാപിക്കുകയും ഒടുവിൽ അദ്ദേഹം MLA ആയി കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന MP തന്നെ അദ്ദേഹത്തെ വിളിച്ചിരുത്തി സംസാരിക്കുകയും ചെയ്തിട്ടും അതിനെല്ലാം നിരാകരിച്ചുകൊണ്ട് ഒടുവിൽ പറഞ്ഞ വാചകം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ സമ്മതിക്കില്ല, ഒരു പിന്നാക്ക സമുദായത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ പോലും തള്ളിക്കളയുന്ന ഒരു സമീപനം. 2-ലധികം ആൾക്കാരാണ് ഗർഭചിത്രം എന്ന് പറയുന്ന ഒരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ പരിശോധിച്ചാൽ ഇതിന് എവിടെയും നിയമപരമായി ഒരു കേസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് പോയിട്ടില്ല എന്നുള്ളതും രാഹുൽ മാങ്കൂട്ടത്തിന് പോസിറ്റീവായി നിൽക്കുന്ന ഒരു ഘടകം കൂടിയാണ്. അപ്പം എന്നിരുന്നാൽ തന്നെയും പാർട്ടിയുടെ ഈ പറയുന്ന ചുമതലകളിൽ ഇരുന്നു കൊണ്ട് തന്നെ പാർട്ടി കൊടുത്ത ആ പറയുന്ന പദവികളോട് പോലും ഉത്തരവാദിത്തം കാണിക്കാതെ ഈ രീതിയിൽ തീർത്തും സ്ത്രീലമ്പടനായി തന്നെ നടന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി എന്തെങ്കിലും, അതായത് MLA സ്ഥാനം രാജിവെപ്പിക്കുന്നതടക്കമുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ അത് പാർട്ടിയെ ഗുരുതരമായി ബാധിക്കുമെന്ന് തന്നെയാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ പലരും വിലയിരുത്തുന്നത്. കാര്യം ഇനി വരാൻ പോകുന്ന ആ തെരഞ്ഞെടുപ്പ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ സാഹചര്യത്തിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നിർണായക സാഹചര്യത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഉള്ള ആളുകളെ ചുമക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ഇത്തരം വിഴുപ്പുകൾ ചുമക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ ഉണ്ടായാൽ അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയെ ദോഷകരമായി ബാധിക്കും എന്നതിനപ്പുറം മുന്നണി ബന്ധങ്ങളിൽ പോലും ഉലച്ചിലുണ്ടാകുന്നതിന് കാരണമായി തീരും എന്നുള്ള ഒരൊറ്റ ഉറപ്പിലാണ് അല്ലെങ്കിൽ ആ ഒരു ആശങ്കയിലാണ് ഇപ്പോൾ ശരിക്കും കോൺഗ്രസ് പാർട്ടി നിലനിന്ന് പോരുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പറയുന്ന MLA സ്ഥാനം രാജിവെപ്പിക്കാനുള്ള സമ്മർദ്ദവുമുണ്ട്. അതോടൊപ്പം ഹൈക്കമാൻഡിൽ നിന്ന് അടക്കമുള്ള നിർദ്ദേശങ്ങളും വരുന്നുണ്ട്. ഉടനെ നടപടി ഉണ്ടാകുമെന്നുള്ള തരത്തിൽ തന്നെയാണ് അത് നിൽക്കുന്നത്. തന്നെയുമല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ അത്രത്തോളം പിടിക്കാത്ത നിരവധി മുതിർന്ന നേതാക്കൾ ഇപ്പോഴും
കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ, അതായത് സണ്ണി ജോസഫിനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും VM സുധീരനും അടക്കമുള്ള, ഇപ്പം നമുക്കറിയാം PJ കുര്യൻ അടക്കമുള്ളവർ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും യൂത്ത് കോൺഗ്രസിനെതിരെയും വ്യാപകമായ പരാതികൾ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ വ്യാപകമായ പരാതികൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രതികൂല ഘടകങ്ങൾ തന്നെയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിൻസെന്റും അതോടൊപ്പം തന്നെ എൽദോസ് കുന്നപ്പള്ളി അടക്കമുള്ളവർ ഇത്തരത്തിൽ പീഡന പരാതികളുടെ പുറത്ത് ജാമ്യത്തിൽ ഇറങ്ങിപ്പോലും അവർ സഭയിലിരിക്കുമ്പോൾ എന്തുകൊണ്ട് ആയിക്കൂടാ എന്നുള്ളതും ഒരു ചോദ്യമായി തന്നെ നിലനിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ രണ്ട് സാഹചര്യങ്ങൾ, വിൻസെന്റ് കുറെ കാലം ജയിലിൽ കിടക്കുകയും അതോടെ എൽദോസ് കുന്നപ്പള്ളി ജാമ്യം എടുത്ത് പുറത്തിറങ്ങുകയും ചെയ്ത ഈ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തിക്കൊണ്ടായിരിക്കാം മിക്കപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി ഉണ്ടാകുക. അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, വിൻസെന്റിന് എതിരെയാണെങ്കിലോ എൽദോസ് കുന്നപ്പള്ളി ആണെങ്കിലോ ഇവർക്ക് എതിരായി പരാതി വന്നിരിക്കുന്ന പുറത്തു നിന്നുള്ള സ്ത്രീകളാണ്, പാർട്ടി പ്രവർത്തകരുടെ ആരുടെയും അല്ല എന്നുള്ളത് നമുക്കറിയാം. പുറത്തു നിന്നുള്ള സ്ത്രീകളുടെ പരാതികൾ, സ്ത്രീകളുടെ എന്ന് പറയാനും കഴിയില്ല, ഓരോ സ്ത്രീകളിൽ നിന്നുള്ള പരാതി മാത്രമാണ് വന്നിരിക്കുന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി വന്നിരിക്കുന്ന പോലീസ് കേസ് ആയിട്ടില്ലെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പരാതികളുടെ ഒരു പരമ്പര തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ മുകേഷിൽ നിന്നും വിൻസെന്റിൽ നിന്നും എൽദോസ് കുന്നപ്പള്ളിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ വ്യത്യസ്തനാക്കുന്ന ഇത്തരം ചില കാര്യങ്ങളാണ്. ഇനിയും നാളെ അങ്ങോട്ട് കഴിയും തോറും പരാതികളുടെ എണ്ണം കൂടിക്കൂടി വരാനുള്ള സാഹചര്യവും പാർട്ടി മുൻകൂട്ടി കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലായി പോകുന്ന തരത്തിലുള്ള ഒരു സമീപനമായിരിക്കും ഇനിയും അടുത്ത ദിവസം മുതൽ പാർട്ടി നേതൃത്വം സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം മിക്കവാറും രാഹുൽ മാങ്കൂട്ടത്തിന് ഈ MLA സ്ഥാനം രാജിവെക്കേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്.